സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. നന്ദൊരു ചിരിയോടെ അവനെ നോക്കുമ്പോൾ അവൻ്റെ നോട്ടം വേറെ എവിടെയോ ആയിരുന്നു. നന്ദൊരു ചിരിയോടെ അവൻ്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു. നന്ദുവിൻ്റെ കാലുകൾ മുകളിലേക്കുള്ള സ്റ്റെപ്പിൻ്റെ ഭാഗത്തേക്കും ആജുവിൻ്റെ കാലുകൾ ഹാളിലേക്കുമാണ് നീങ്ങിയത്. അത് മനസ്സിലാക്കി നന്ദു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് TV കാണണം. അത് പറഞ്ഞുകൊണ്ട് അജു അവളുടെ ഷോൾഡറിൽ നിന്നും കൈകൾ തട്ടിമാറ്റി മുന്നോട്ട് നടന്നു. അജു പോകുന്നു നോക്കിക്കൊണ്ട് നന്ദു ക്ലോക്കിലേക്ക് നോക്കി. സമയം 2:45 കണ്ടതും അവളൊന്ന് ശ്വാസം മാഞ്ഞു വലിച്ചു വിട്ട ശേഷം അജുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ സെറ്റിയിലിരിക്കുവാണ്. അവൾ റിമോട്ട് കയ്യിലെടുത്ത് അവൻ്റെ അടുത്തേക്ക് ഇരുന്നു. ശേഷം TV ഓൺ ചെയ്തുകൊണ്ട് ഓരോന്ന് മാറ്റി മറിച്ച് വെച്ചുകൊണ്ടേയിരുന്നു. കാര്യമായൊന്നുമില്ലെന്ന് കണ്ടതും റിമോട്ട് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവൾ സെറ്റിയിൽ കിടന്നു. അവളുടെ തല അജുവിൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് TV-യിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന അജു പെട്ടെന്ന് മടിയിൽ തൂങ്ങിയ ഭാരത്തിൽ അവൻ്റെ മടിയിലേക്ക് നോക്കി. കണ്ണുകൾ അടച്ച് കിടക്കുന്ന നന്ദുവിനെ കണ്ടതും അവനൊന്ന് അന്താളിച്ചു. എനിക്ക് അവളുടെ താലിയിൽ പിടിച്ച് ഉന്തിക്കൊണ്ട് അജു പറയുമ്പോൾ നന്ദു കണ്ണു തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഉറക്കം വന്നിട്ടല്ല അജു, കുറച്ചു നേരം ഇങ്ങനെ കിടക്കട്ടെ പ്ലീസ്. അവളുടെ ആ താഴ്മയോടുള്ള പറച്ചിൽ അവൻ വീഴുമെന്നൊരു ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് അജു അവളെ നിരത്തേക്ക് തള്ളിയിട്ടു. എനിക്കിഷ്ടല്ല, പോ. ചീത്തയാ നന്ദു, ചീത്തയാ. ഇഷ്ടല്ല എനിക്ക്. പോകാൻ കാണണ്ട. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ തള്ളലിടിയിൽ നന്ദുവിന് അവളുടെ ശരീരം നന്നായി വേദനിച്ചു. ആ വേദന ദേഷ്യമായി മാറി അവനെ തുറിച്ചു നോക്കുമ്പോഴാണ് അജു കരഞ്ഞുകൊണ്ട് സെറ്റിയിൽ നിന്നും എണീറ്റ് അത് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടിയത്. അപ്പോഴും എന്താണ് നടന്നതെന്ന് മനസ്സിലാവാതെ അവൾ അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലായി വന്നതും അജു പോയ വഴിയിൽ നിന്നും കണ്ണുകൾ മാറ്റി അവൾ സെറ്റിയിൽ പിടിച്ച് പതിയെ എണീറ്റു. ഓ, കാണുന്ന പോലെയല്ല, നല്ല ആരോഗ്യമുണ്ട്. ഈ സെറ്റിൽ നിന്ന് ജസ്റ്റ് ഈ താഴേക്ക് തള്ളിയിട്ടപ്പോൾ തന്നെ മനുഷ്യനെ നടു ഒടിഞ്ഞു. പതിയെ എഴുന്നേറ്റ് നിന്ന് അവളുടെ ഇടുപ്പൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞ ശേഷം അവൾ TV-യും ലൈറ്റും ഓഫാക്കി മുകളിലേക്ക് നടന്നു. അപ്പോഴും അവളുടെ മനസ്സിൽ അജു കുറച്ചു മുമ്പ് കണ്ണീരോടെ പേടിയോടെ ദേഷ്യത്തോടെ പറഞ്ഞു പോയ ആ വാക്കുകളായിരുന്നു. മടിയിൽ കിടക്കുന്നതിന് അവനെന്തിനാ എത്രത്തോളം വയലൻ്റായതെന്നായിരുന്നു അവളുടെ ചിന്ത. അതറിഞ്ഞെത്തിയിരുന്ന ഉറപ്പിൽ തന്നെയാണ് അവൾ അടഞ്ഞു കിടന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയത്. അജു നിലത്തിരുന്ന് ബെഡിലേക്ക് ചാരിയിരുന്ന് കാൽമുട്ടിൽ മുഖമൊളിപ്പിച്ചിരിക്കുന്നവനെ നോക്കി അവൾ നെടുക്കത്തോടെ വിളിച്ചു. ശേഷം അവൾ വാതിലടച്ച് അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അജു. അവൾ അവൻ്റെ ചുമലിൽ കൈവച്ചു. അവൻ ആ കൈ തട്ടിമാറ്റി മുഖം പോയിട്ട് നന്ദുവിനെ നോക്കി. അവളെ നോക്കി അവൻ്റെ കണ്ണുകളിൽ പേടിയും വെറുപ്പുമാണ് അവൾ കണ്ടത്. നന്ദു ഒരു നിമിഷം വല്ലാത്തൊരവസ്ഥയിലായി. അവൻ്റെ ഈ ഭാവങ്ങളുടെ കാരണം അറിയാതെ അവൾ ഉരുളി. തൊടണ്ട, എനിക്ക് ഇഷ്ടമല്ല, പോ. അവൻ്റെ അടുത്തിരിക്കാൻ തുനിഞ്ഞവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറയുമ്പോൾ നന്ദു പിന്നിലേക്ക് വീണു. തല കുത്താതെ അവൾ നിലത്തിരുന്ന പോലെയായി. 2 കൈ കൊണ്ടും അവൾ നിലത്ത് കുത്തിയിരുന്നു. അപ്പോഴും അജു അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ദേഷ്യത്തിൽ. ഞാൻ എന്ത് ചെയ്തിട്ടാ അജു നീ എന്നെങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇനി കരച്ചിൽ തന്നെ നടക്കുവോളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദവൻ കാണാതെ അവളുടെ 2 കണ്ണിലും നല്ലൊരു കുത്തു കൊടുത്തു. കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന വെള്ളം കണ്ടപ്പോൾ അവൾ തന്നെ ശരിക്കും പേടിച്ചു പോയി. ഇനി കണ്ണിന് വല്ല മുറിവോ പറ്റിയോ എന്ന് കരുതിക്കൊണ്ട് അവളുടെ ആ തേങ്ങലോടികളുടെ ചോദ്യം കേട്ടതും അജു ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ മുന്നിൽ കുറച്ച് നീങ്ങിയിരിക്കുന്നവൻ്റെ നന്ദയെ കണ്ടതും അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. ആരോടോ ഉള്ള ദേഷ്യം, പേടി അതുപോലെ അവളോടും ചെയ്തതാണ്. അന്നേരം അവളായിരുന്നില്ല മുന്നിൽ, അതായിരുന്നു സത്യം. നന്ദ. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അജു വേദനയോടെ വിളിച്ചു. പതിയെ അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ അവൻ അവൾക്ക് അടുത്തേക്ക് നീങ്ങിച്ചെന്നു. അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണിനെ തുറക്കാനായി കൈ നീട്ടിയതും അവൾ പിന്നിലേക്ക് നീങ്ങിയിരുന്നു. അതുകൂടെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ ചെയ്തിട്ടല്ലേ? എന്തിനാ അങ്ങനെ ചെയ്തത്? അതൊക്കെ ചീത്തയല്ലേ? തേങ്ങിക്കൊണ്ടുള്ള അവൻ്റെ പറച്ചിൽ കേട്ടതും അവളുടെ നെറ്റി ചുളിഞ്ഞു. എന്താണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലാവാതെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. ശേഷം കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന വെള്ളം 2 കൈകൾ കൊണ്ടും അമർത്തി തുടച്ച് അവനോട് ചേർന്നിരുന്ന് അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അജു. അവളുടെ കയ്യിലുള്ള അവൻ്റെ കയ്യിൽ പതിയെ തഴുകിക്കൊണ്ട് ആർദ്രമായി അവൾ വിളിക്കുമ്പോൾ അജു കണ്ണുകൾ മാത്രം ഉയർത്തി അവളെ നോക്കി. ഞാൻ എന്ത് തെറ്റാ അജു നിന്നോട് ചെയ്തത്? ഉറക്കം വന്നതുകൊണ്ട് ഇവിടെ നിന്റെ മടിയിൽ കിടന്നതോ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നന്ദു ചോദിക്കുമ്പോൾ അവനാണെന്ന് തലകുലുക്കി. അതൊരു തെറ്റാണോ ചീത്തയാണോ? അങ്ങനെ കിടക്കുന്നതിന് എന്താ തെറ്റ്? അജുവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ എന്തിനോ അവളുടെ ഹൃദയം വേദനിച്ചു. സഹിക്കാൻ കഴിയാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത എന്തോന്ന് കേൾക്കാൻ പോകുന്നത് പോലെ അവളുടെ ഹൃദയം അലമുറിയിട്ട് കൊണ്ടിരുന്നു. അങ്ങനെ കിടക്കുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ നന്ദ അങ്ങനെ കിടന്ന് കുറച്ച് കഴിഞ്ഞ് അവൾ ചെയ്ത പോലെ ചെയ്താലോ? എനിക്ക് ഇഷ്ടമല്ല, ചീത്തയാ അത്. അജു എന്തോ ആലോചിച്ചുകൊണ്ട് പറയുമ്പോൾ നന്ദുവിൻ്റെ ഉള്ളിലൂടെ ഒരു ആന്തല് കടന്നുപോയി.
അവൾ ഒന്നും കൂടെ അജുവിനോട് ചേർന്നിരുന്ന് അവൻ്റെ മുഖത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചിരുന്നു. ശേഷം 2 കൈയും അവൻ്റെ കവളിൽ വെച്ച് അവനോട് ചേർന്നിരുന്നു. അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ തിരിച്ചുകൊണ്ട്. ആരങ്ങനെ അജുവിൻ്റെ മടിയിൽ കിടന്നത്? എന്നിട്ട് എന്താ ചെയ്തത്? അവളുടെ വാക്കുകൾ എവിടേക്കോ ഇടത് ചിഹ്നിച്ചു തരും. നന്ദ കിടന്ന പോലെ കിടക്കും, എന്നിട്ട് കാലൊക്കെ കടിക്കും, മാന്തും, ഇവിടെയൊക്കെ പിടിച്ച് അമർത്തും. നല്ല വേദനയാ. അവൻ്റെ അരക്കടിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അജു പറഞ്ഞു നിർത്തുമ്പോൾ നന്ദുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ പോലെ നിന്നു. എന്താണ് പറയേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ അറിയാതെ അവൾ ആ ഇരുത്തം ഇരുന്നു പോയി. അജുവിൻ്റെ വാക്കുകൾ അത്രത്തോളം അവളെ നെടുക്കിയിരുന്നു. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ അവൾക്ക് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല. അവൾ കണ്ണിമ വെട്ടാതെ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താണ് അവനോട് പറയേണ്ടത്? ഇനി എന്താണ് അവനോട് ചോദിക്കേണ്ടത്? അവൾ പറയുന്നതിനൊക്കെ അവനെ എങ്ങനെ എടുക്കുമെന്നായിരുന്നു അവൾക്കുള്ളിൽ. ആരാ അങ്ങനെയൊക്കെ അജുവിനോട് ചെയ്തേ? അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ശബ്ദമിടറി, ശരീരമൊക്കെ വല്ലാത്തൊരു വിറയൽ. സ്വന്തം ഭർത്താവിനോട് അങ്ങനെ ഒരു കാര്യം ചോദിക്കേണ്ടി വന്ന അവളുടെ അവസ്ഥയെ ആലോചിച്ച് അവളുടെ ഉള്ളം നിറി. അജുവിൻ്റെ കണ്ണുകൾ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്കായിരുന്നു. അവൾ വീണപ്പോൾ അവൾക്ക് ഇത്രത്തോളം വേദനിച്ചു എന്നായിരുന്നു അവൻ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ ചോദിച്ച കാര്യം അവൻ ശ്രദ്ധിച്ചില്ല, അല്ല കേൾക്ക പോലും ചെയ്തില്ല. അജു. അവൻ്റെ ആലോചനയോടുള്ള ഇരുത്തം കണ്ടുകൊണ്ട് അവൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് അവൾ പതിയെ വിളിച്ചു. അജയ് അവളുടെ മുഖത്തേക്ക് നോക്കി. ആരാ അങ്ങനെ എൻ്റെ അജുവിനെ വേദനിപ്പിക്കാം? അവളത് ചോദിച്ചതും അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു, വെറുപ്പ് നിറഞ്ഞു. കൈകൾ ചുരുട്ടി പിടിച്ച് അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ അവൻ ശ്രമിച്ചു. ജിതിൻ്റെ കൂട്ടുകാരിയാണ്, അവൻ്റെ കൂടെ പഠിക്കുന്ന പെണ്ണ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും, എനിക്കിഷ്ടല്ല. പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറയുമ്പോൾ നന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ആളെ കിട്ടിയല്ലോ, അവൻക്ക് അവളെ പറയാനറിയാം, അപ്പൊ കണ്ടാലോ അറിയും. അതാണ് അവൾ ചിന്തിച്ചത്. ജിതിനാരാ? ചെറിയച്ഛൻ്റെ മകൻ. അവളുടെ ചോദ്യത്തിന് അവൻ മറുപടി പറയുമ്പോൾ അവളൊന്ന് തലകുലുക്കി. ആ പെണ്ണിനെ പോലെ ഞാനെന്ന് കരുതിയോ? അവൻ്റെ ചിന്തകൾ അതിൽ നിന്ന് തിരിച്ചുവിടാൻ അവളൊരു ചിരിയോടെ ചോദിച്ചു. ആ ചിരി വേദന നിന്ന ചിരിയായിരുന്നു. ആജു ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല കേട്ടോ, എൻ്റെ അജു അല്ലേ, ഞാൻ വേദനിപ്പിക്കോ? ഒരിക്കലും വേദനിപ്പിക്കില്ല. അവൻ്റെ 2 കവളിലും കൈവച്ചുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ ആജു അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെന്തിനാ അങ്ങനെ കിടന്നത്? എനിക്ക് ഇഷ്ടമല്ല, അതല്ല ഞാൻ താഴെ ഇട്ടത്. അത് പറയുമ്പോൾ അവളെ നോക്കാതെ അവൻ്റെ തല താണു. ഞാൻ വെറുതെ കിടന്നതല്ലേ, ഉറക്കം വന്ന് അങ്ങനെ കിടക്കും, അപ്പം നമ്മൾ ഉറങ്ങും, അങ്ങനെ കിടന്നതല്ലേ ഞാൻ, അല്ലാതെ ഞാൻ വേറെ ഒന്നും. പറഞ്ഞു പൂർത്തിയാക്കാൻ അവൾക്ക് കഴിയുന്നില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. അവളുടെ വാക്കുകളിലെ പതൽ മനസ്സിലാവാതെ ആജു തലതായിട്ട് തന്നെ ഇരുന്നു. അത് പോട്ടെ, ഇനി ഞാൻ ഒരിക്കലും അജുവിനെ മടിയിൽ കിടക്കില്ലെന്ന് മാത്രമല്ല, അജുവിനെ ഞാനൊന്ന് തൊടുക പോലും ചെയ്യില്ല, പോരെ? ഒന്നാഞ്ഞ് ശ്വാസം വലിച്ചു വിട്ട ശേഷം അവൾ മുഖം താഴ്ത്തിയിരിക്കുന്നവൻ്റെ താടിയിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. അവനിൽ വല്ല ഇഷ്ടക്കേടും അവളോടുണ്ടെങ്കിൽ അത് മുഴുവനായി മാറട്ടെ എന്നാണ് അവൾ അന്നേരം ചിന്തിച്ചത്. എന്നാൽ അത് കേട്ട് അജുവിൻ്റെ മുഖം വാങ്ങി. അങ്ങനൊന്നും വേണ്ട, എന്നെ അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി, എന്നാ എനിക്ക് കുഴപ്പമില്ല. ആജവളുടെ മുഖത്തേക്ക് നോക്കി വല്ലായ്മയോടെ പറഞ്ഞു നിർത്തി. നന്ദുവിൻ്റെ ഉള്ളിലൊരു തണുപ്പ് പടർന്നെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല. അവനായി ഒന്ന് ചിരിച്ചു കൊടുത്തു. എന്നാ ഞാനൊന്ന് കിടന്നോട്ടെ ഇവിടെ. അവൻ്റെ കാലിൽ തട്ടി നന്ദു പറയുമ്പോൾ ആജു ഒന്ന് ഞെട്ടി. എന്നാലും അവൻ ആ ഭയം പുറത്ത് കാണിക്കാതെ തലയാട്ടി. ചുരുട്ടി പിടിച്ച് അവൻ്റെ കാല് നിലത്ത് നിവർത്തി വെച്ച ശേഷം നന്ദുവിൻ്റെ വലത്തേ കാലിൻ്റെ തുടയിൽ അവളുടെ കൈകൾ വെച്ച് അതിൽ കവൾ വെച്ച് കിടന്നു. ആജു അവളെ തന്നെ നോക്കിയിരുന്നു. നന്ദുവിൻ്റെ മനസ്സിൽ അവളോട് അവനക്ക് വല്ല അകൽച്ചയും ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറട്ടെ എന്ന ഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നീട്ടാതെ ആ നിമിഷം തന്നെ അവൾ അവനോട് അങ്ങനെ ചോദിച്ചത്. ആജു അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ തന്നെ ഇരുന്നു. നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്ന് നന്ദുവിൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു. അവൾ കണ്ണുകൾ 2 മുറുകെ അടച്ച് കിടന്നു. അജു പതിയെ അവൻ്റെ കൈയെടുത്ത് അവളുടെ കട്ടിയുള്ള മുടികളിലൂടെ തഴുകി കടന്നുപോയി. അതറിഞ്ഞ പോലെ നന്ദു കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും അജു ചെറുതായി ഒന്ന് ചിരിച്ച് കാണിച്ചു കൊടുത്തു. നന്ദുവിൻ്റെ നിറഞ്ഞ കണ്ണുകളൊന്ന് വിടർന്നു. എന്നോടുള്ള ദേഷ്യം മാറിയോ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. അത് പറയുമ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അജു ഒന്നും മിണ്ടിയില്ല. അവളെ നോക്കി അങ്ങനെ ഇരുന്നു. നന്ദു പതിയെ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവനോട് ചേർന്നിരുന്നു. അവൻ്റെ ചുമലിൽ കവിൾ വെച്ച് അവനോട് ചാരിയിരുന്നു. അജുവിന് അവളുടെ പ്രവൃത്തികളൊക്കെ ഒരു അത്ഭുതത്തോടെയാണ് നോക്കിയത്. അതിൽ വേണ്ടാത്തൊരു ഭാവവും നോട്ടവും ഇല്ലെന്ന് അവൻക്ക് ഉറപ്പായിരുന്നു. അജു. അവൻ്റെ വലത്തേ കൈ അവളുടെ ഇടത്തേ കൈയിൽ പിടിച്ചുകൊണ്ട് അവൾ പതിയൊന്ന് വിളിച്ചു. അവൻ പതിയൊന്ന് മൂളി. അവളെ നോക്കിയില്ല. അവൻ നോട്ടം അവൾ തഴുകുന്ന അവൻ്റെ കൈവിരലുകളിലായിരുന്നു. ആ പെണ്ണ് അജുവിനെ വേദനിപ്പിക്കുമ്പോൾ അജു എന്താ പ്രതികരിക്കാതിരുന്നത്? അവൾക്ക് അങ്ങനെ ചോദിക്കാനാണ് ആ നിമിഷം തോന്നിയത്. അജുവിൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന അവളുടെ കയ്യിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അവൻ്റെ ഷോൾഡറിലേക്ക് നോക്കി. മുഖം കാണുന്നില്ല. അവനോട് ചാരിയിരിക്കുവാൻ. പറ,
എന്താ പെണ്ണിനോട് പ്രതികരിക്കാതിരുന്നത്? നല്ല രണ്ട് തല്ലിക്കൂടായിരുന്നോ? കഴുത്ത് വെച്ച് കൊല്ലാമായിരുന്നില്ലേ? അജുന് ഒന്നും സംഭവിക്കുമായിരുന്നില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും അറിയാതെ അവളുടെ നാവിൽ ആ വിഷയം തന്നെ വന്നു പോവുകയാണ്. എന്തോ അവളുടെ മനസ്സിൽ നിന്നും അവൻ പറയുന്നൊന്നും ആയിരുന്നുണ്ടായിരുന്നില്ല. അതിനാര് പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന്? എൻ്റെ അവിടെ പിടിച്ച് അമർത്തിയപ്പോൾ എനിക്ക് നല്ലോണം വേദനിച്ചു. ഞാനവളെ തല്ലി താഴെ ചവിട്ടി. അജു അങ്ങനെ പറഞ്ഞത് നന്ദു അവൻ്റെ ഷോൾഡറിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ആ ഓർമ്മയിൽ ദേഷ്യത്തിലിരിക്കുവാണ്. നന്ദു ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അജു എന്തോ ആലോചിച്ച ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ടെന്താ, അവൾ പോയി. അവൻ്റെ ആ മറുപടിയിൽ അവൾക്കൊരു തൃപ്തി വന്നെങ്കിലും അവളൊന്നും മൂളി. കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. എന്നാ നമുക്ക് ഉറങ്ങിയാലോ? എനിക്ക് ഉറക്കം വരുന്നില്ലെന്നേ. നന്ദു ചോദിക്കുമ്പോൾ അജു ചുണ്ടു ചുളുക്കി സങ്കടത്തോടെ പറഞ്ഞു. എന്നെ എൻ്റെ മടി കിടക്ക്, ഞാൻ അജുവിനെ ഉറക്കിത്തരാം. പാട്ടൊക്കെ പാടിയിട്ട് ഉറക്കാം. അവളൊരു ചിരിയോടെ പറയുമ്പോൾ അജുവിൻ്റെ കണ്ണുകൾ പിടർന്നു. അവൻ തലയാട്ടിക്കൊണ്ട് നേരത്തെ നന്ദു കിടന്നത് പോലെ തന്നെ അവളുടെ മടിയിൽ കിടന്നു. നന്ദു അവൻ്റെ മിനുസമാർന്ന മുടിയിലൂടെ കൈവിരലുകൾ ഇട്ടുകൊണ്ട് തഴുകിക്കൊണ്ടിരുന്നു. അതിനനുസരിച്ച് പതിയെ അവളുടെ ചുണ്ടുകൾക്കിടയിൽ നിന്നും പാട്ടുവരികൾ അവൻ്റെ ചെവിയിൽ വന്ന് പതിഞ്ഞു. വെണ്ണിലവ് കണ്ണ് വെച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കോടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്ത് മണിയേ, മിന്നാ മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാൻ തുമ്പി കണ്ണും നട്ട് പുന്നാരം പാറയേണ്ടേ കണ്ണീറയെ, വെണ്ണിലവ് കണ്ണ് വെച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കോടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്ത് മണിയേ. അത്രയും പാടി നിർത്തി അവൾ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ഒക്കെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവളെ നോക്കി അവളുടെ മടിയിൽ മലന്ന് കിടക്കുവാണ്. അവൾ പാടുന്ന പാട്ടിൽ ലയിച്ചുകൊണ്ട് അത് കിടന്ന് നന്ദുവിൻ്റെ കണ്ണുകൾ പൂർത്തു. അത് ശരി, ഞാൻ പാടുന്നത് അജു ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ എന്നെ നോക്കി കിടക്കാനല്ലല്ലോ. നന്ദു കണ്ണുരുട്ടിക്കൊണ്ട് പറയുമ്പോൾ ഒരു ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് ദേഷ്യമാണ് അവൻക്കേറെ പ്രിയപ്പെട്ടത്. അജു. അവൻ്റെ നോട്ടം കണ്ട് നന്ദു അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് വിളിച്ചു. അവനൊന്നും മിണ്ടാതെ അവളുടെ മടിയിൽ കമഴ്ന്ന് കിടന്നു. ഒരു ചിരിയോടെ നന്ദു കണ്ണുകളടച്ച് ബെഡിലേക്ക് അവളുടെ പുറം ചാരിയിരുന്നു.